അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ നമ്മളെ ഡോർ ഓപ്പണിംഗ് ആണ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കേരള പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു മിനിയേച്ചർ മോഡലാണ്. ഇതിൻ്റെ കാര്യങ്ങൾ, ലൈറ്റ് വർക്ക് കാര്യങ്ങൾ, ബാക്കി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ ഇവിടെ വന്നതാണ്. നമുക്ക് ഇതെന്തായാലും കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഫസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ഇതാണ്. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഓൾഡ് മോഡൽ ഒരു വണ്ടിയാണ്, ഷട്ടർ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് വീതി നമുക്ക് 9.5 ഇതിൻ്റെ വീതി വരുന്നത്. 9.5 സെൻറ്റിമീറ്റർ. 2 ഹെഡ്ലൈറ്റ്, 3 ലൈറ്റ് വെച്ചിട്ട് 2 ഭാഗത്തും ഹെഡ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു വലിയ ഗ്രില്ല് വരുന്നുണ്ട്. ഇവിടെ റൂട്ട് ബോർഡ് പേരാമ്പ്ര മേപ്പയൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പേരാമ്പ്ര വടകര എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെയിം നോവ എന്നാണ്. ഇതൊരു ഒറിജിനൽ വണ്ടിയുടെ മിനിയേച്ചർ മോഡലാണ്. ഇതിൻ്റെ ഫ്രണ്ട് പിക്ക് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് മാത്രം ഇതുപോലെ ചെയ്ത് ബാക്കിയൊക്കെ എൻ്റെ രീതിക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതൊരു ഓർഡർ വർക്കാണ്. അപ്പോൾ ഫ്രണ്ട് മാക്സിമം ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് അറിയുന്ന പേരാമ്പ്ര നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഈ ഒരു വണ്ടി അറിയായിരിക്കും. ഫ്രണ്ട് മാത്രമേ അതുപോലെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫോട്ടോസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഇതിന് മാച്ചാകുന്ന രീതിക്ക് അങ്ങനെ ചെയ്തതാണ്. ഉള്ളിൽ BS3 ടൈപ്പ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ZB ഓട്ടോക്രാഫ്റ്റ് എന്നൊരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട്. ലൈറ്റ് ഞാൻ പിന്നീട് ലൈറ്റിൻ്റെ വർക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. നമ്പർ ഇതാ. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഗ്ലാസ് വരുന്നുണ്ട്, ഒരു ചെറിയ ഗ്ലാസ്, സൈഡ് മിറർ. ഇതൊക്കെ ഷട്ടർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഗ്ലാസ്സൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ഡ്രൈവർ ഏരിയ വരുന്നത്. സിമ്പിൾ വർക്കാണ്, സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇൻറ്റീരിയർ, ടയർ, ഫ്രണ്ട് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേരാമ്പ്ര വടകര എന്നുള്ള സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിൻഡോയിൽ ഷട്ടർ താത്തിയിട്ട മോഡൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമ്മളെ ഡോർ ഓപ്പണിംഗ് ആണ്. ഉള്ളിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇൻറ്റീരിയർ. നോർമൽ സീറ്റും കാര്യങ്ങളൊക്കെയാണ്, അധികം വർക്കൊന്നും ചെയ്യാത്തൊരു സീറ്റ്. ബ്ലാക്ക് കളർ സീറ്റ്, അതുപോലെ തന്നെ ബ്ലൂ കളർ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇതാണ് ഡോറ്. സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേക്കിലത്തെ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതാണ് ബേക്കിൽ. ഇവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മളെ ഒരു സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഒരു സൈഡ് വ്യൂ. നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയുണ്ട് നോക്കാം. ഇത് നമ്മളൊരു ഗാരേജാണ് കേട്ടോ. പണ്ട് ചെയ്തതാണ്. കോൺക്രീറ്റ് ഫില്ലറും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ വർക്കൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട്. ബേക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ബ്രേക്ക് ലൈറ്റ്. പേരാമ്പ്ര വടകര എന്നുള്ളൊരു ഇത് വെള്ളമാണ്. ഇത് നേരത്തെ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഉള്ളതാണ്. പേരാമ്പ്ര വടകര ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേരാമ്പ്ര വടകര തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട് ബാക്കിൽ. ഇത്രയാണ്. സിമ്പിൾ വർക്കാണ്. സിമ്പിൾ ബാക്ക് ഒരു ചെയ്തിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന ഗ്ലാസ്സാണ്, കുറച്ച് പഴയ മോഡൽ ഗ്ലാസ്. അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ സെയിം കണ്ട പോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ്. അതുപോലെ തന്നെ ബാക്കി ഷട്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ്, 3 ലൈൻസ് കാര്യങ്ങൾ. ഫ്രണ്ട് ടയർ വീൽ കപ്പ് ഉണ്ട്. ബാക്കിൽ വീൽ കപ്പല്ല സോറി, ആ ഒരു നമ്മളെ റിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയാണ് നമ്മളെ വണ്ടിയുടെ ഒരു ഇത്രയും എടുത്ത് പറയാൻ മാത്രമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഒരു ഭാഗം ഒരു കാര്യം കാണിക്കാൻ വിട്ടു. ഇതിൻ്റെ ഈ ഒരു ഡ്രൈവർ സൈഡ് ഇവിടെ ഈ ഒരു ഡോറ് തുറക്കാതെ ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോർ നമുക്ക് തുറക്കാം. ഓൾഡ് മോഡലായതുകൊണ്ട് തന്നെ ഈ ഒരു ഹാഫ് ഡോറാണ്, ഫുൾ ഡോറില്ല. ഇതാണ് സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ. അധികം ഡീറ്റെയിലൊന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ വർക്കാണ്. ഒരു BS3 ടൈപ്പ് സ്റ്റിയറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ്, ഉള്ളിലെ സീറ്റും കാര്യങ്ങളൊക്കെ 3ഉം 2ഉമാണ്. അതായത് ഒരു ഭാഗത്ത് 3 സീറ്റും അപ്പുറത്തെ 2 സീറ്റും ഉള്ള ആ ഒരു ടൈപ്പ് വണ്ടിയാണ്. അതവർ പറഞ്ഞതുപോലെ ചെയ്തതാണ്. വണ്ടി ഓർഡർ തന്നവർ സീറ്റ് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ ചെയ്ത് കൊടുത്തതാണ്. ലൈറ്റിൻ്റെ കാര്യം ഇവിടെ ഹെഡ്ലൈറ്റ് 3 വരുന്നുണ്ട്. അപ്പുറത്തെ ഭാഗം വരുന്നുണ്ട്. ഇവിടെ ഒരു ബോർഡിന് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളിൽ ഇൻറ്റീരിയറിൽ ഒരു 3 LED ഈ ഒരു ഭാഗത്ത് ഇവിടെയും കൊടുത്തിട്ട് ടോപ്പിൽ റൂഫിൽ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് റെഡ് ഇവിടെ ഒരു 3 ഇവിടെ ഒരു 3 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ലൈറ്റ് വർക്ക് കുറച്ച് ഇവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം, എന്നാലും കാണുമെന്ന് അറിയില്ല, വെളിച്ചമായതുകൊണ്ട്. ഇതിൻ്റെ വയറിങ് ഞാൻ കാണിച്ചു തരാം. അടിഭാഗത്ത് സിമ്പിളായിട്ടുള്ള വയറിങ് ആണ്. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഹെഡ്ലൈറ്റിൻ്റെ വയറിങ് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി 2 ബാറ്ററിയാണ്. ഒരു സ്വിച്ച് ഈ ഒരു സ്വിച്ച് ഹെഡ്ലൈറ്റിൻ്റെയും ഈ ഒരു സ്വിച്ച് ബ്രേക്ക് ലൈറ്റിൻ്റെയും, ഈ ഒരു ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലൈറ്റ്, ഇത് ബ്രേക്ക് ലൈറ്റ്. അത് ബ്രേക്ക് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ആയതുകൊണ്ട് LED-ൻ്റെ ഒപ്പം ഒരുമിച്ച് കത്തിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ബ്രേക്ക് ലൈറ്റ് സെപ്പറേറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ബ്രേക്ക് ലൈറ്റും ഹെഡ്ലൈറ്റും ഒറ്റ കണക്ഷനും, അതുപോലെ തന്നെ ഉള്ളിലെ ഇൻറ്റീരിയർ ലൈറ്റ് സെപ്പറേറ്റ് കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ സ്ട്രിപ്പ് ലൈറ്റും ഹെഡ്ലൈറ്റും ഒരുമിച്ച് കത്തുന്നില്ല. അത് ഈ ഒരു ലെങ്ത്ത് LED ഫുള്ള് വോൾട്ടേജ് വലിച്ചെടുക്കുന്ന ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിനൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ലൈറ്റ് കത്താത്തൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ബ്രേക്ക് ലൈറ്റ് സെപ്പറേറ്റ് കൊടുത്തത്. ഈ ഒരു സ്വിച്ചാണ് നമ്മളെ ബ്രേക്ക് ലൈറ്റ്. ഞാൻ കാണിച്ചു തരാം. ബ്രേക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഫോൺ അടിമറിച്ച് നേരെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് രാത്രി ഇരുട്ടത്ത് ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഓഫാക്കാം. നമുക്ക് ഹെഡ്ലൈറ്റ് ഇടാം. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബിയറിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഒരു ബോർഡിൻ്റെ ഈ ഒരു ലൈറ്റും കത്തുന്നുണ്ട്. വീല് കറങ്ങും ബെയറിങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീലുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഗ്ലാസ് ഫിറ്റിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. സംശയമുള്ളവർക്ക് കയറി നോക്കാവുന്നതാണ്. വീൽ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കൽ ഇതും ഒരുമിച്ചാണ്ട് നടക്കുക. അതുകൊണ്ട് ഇത് വീൽ അടുത്തോട്ടും അതുപോലെ തന്നെ വലത്തോട്ടമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. നമുക്ക് എന്തായാലും ലൈറ്റ് വർക്കൊന്ന് രാത്രി ഞാൻ ഇരുടായിട്ട് കാണിച്ചു തരാം.